Hello, welcome to Market Discussion of the Day. Today, 27th of February 2025, Thursday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് GDP ഡേ ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചത്തെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ് ഇന്ന് Thursday മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. GDP അനൗൺസ്മെൻ്റ് ആണ്. UK ടൈമിംഗ് 1:30 മണിക്കാണ് GDP അനൗൺസ്മെൻറ്റ് വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് 6 മണിക്കാണെന്നുള്ളതാണ്. അപ്പം GDP അനൗൺസ്മെൻറ്റിൻ്റെ ഇപ്പം നമ്മൾ ആക്ച്വലും ഫോർകാസ്റ്റും ഒന്നും നോക്കിയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തോളം നല്ലൊരു തീരുമാനം വേറെ ഒന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുന്നെയെങ്കിലും GDP ന്യൂസ് വരുന്നതിന് 2 മണിക്കൂർ മുന്നെയെങ്കിലും മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഭയങ്കര വോളറ്റാലിറ്റി ഉള്ളൊരു ടൈമായിരിക്കും ആ GDP അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നിന്ന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ അടുത്തൊരു ബാച്ച്, പുതിയൊരു ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു ടെക്നിക്കൽസ്, അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള GDP ന്യൂസ് അല്ലാതെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം US നിന്ന് ഒരുപാട് ന്യൂസുകൾ വരാനായിട്ടുണ്ട്. US പ്രസിഡൻ്റ് പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ബാക്കിയുള്ള ഫണ്ടമെൻ്റൽസ് ഞാൻ ഓരോ കറൻസീസും ഓരോ പേര് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 149.29 ആണ്. ഓക്കെ, സോ JPYയുടെ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും വരാനായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് 150 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസമല്ല, നാളെ രാവിലെ 7:30 മണിക്ക്, ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്ക് 150 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് സെല്ലെടുത്ത് പോവാം. ഇന്ന് GDP അനൗൺസ്മെൻറ്റിന് 150 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് നാളത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നാളെ രാവിലെ 7:30 മണിക്ക് മാർക്കറ്റ് 150 അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, 150 താഴെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 150.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 148 വരെയെങ്കിലും ഒരു ഇനിഷ്യൽ ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഒരു മിഡ് ടേം ടാർഗറ്റ് 146, ഒരു ലോങ്ങർ ടേം ടാർഗറ്റ് 142മാണ് JPYയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 1.0473 ആണ്. ഓക്കെ, സോ യൂറോ അത്യാവശ്യം അപ് ട്രെൻഡ് ആണ്. യൂറോയിൽ നമുക്ക് ഇന്നത്തെ ദിവസം തൽക്കാലം മാറി നിന്നിട്ട് നാളെ തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു ബെറ്റർ ബൈ പോയിന്റ് എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 1.0400 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, കാരണം എന്താ പറയുക, ഫ്രഞ്ച് പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്പിന് നല്ല രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നിങ്ങൾ ന്യൂസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഹാൻഡ് ഷേക്കിൻ്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക യൂറോയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ യൂറോയിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്താ പറയുക, UK പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. അപ്പോൾ യുക്രൈനിൽ നിന്നുള്ള എന്താ പറയുക മിനറൽസും അവിടുത്തെ എന്താ പറയുക കാര്യങ്ങളുമൊക്കെ എത്രമാത്രം UK വരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇതെല്ലാം യൂറോയിനെ പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കുക. അതുമാത്രമല്ല, യൂറോപ്പിലുള്ള ക്രൈസിസ് ഒക്കെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ജർമ്മനിയുടെ ഇലക്ഷൻ കഴിഞ്ഞു. അവിടെ ചാൻസലറിനെ തിരഞ്ഞെടുക്കാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അതൊക്കെ വെച്ചിട്ട് യൂറോ മുകളിലോട്ട് തന്നെയാണ്. നാളെ രാവിലെ 7:30 മണിക്ക് നമുക്ക് യൂറോ 1.0400 അടുത്ത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് നമുക്ക് യൂറോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ GBP വരുമ്പോൾ, GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.2660 ആണ്. ഓക്കെ, ഇന്ന് UK പ്രസിഡൻറ്റും UK പ്രൈം മിനിസ്റ്ററും US പ്രസിഡൻറ്റുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കലി യുക്രൈൻ
വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഉക്രൈനിൽ നിന്ന് എടുക്കാൻ പോകുന്ന മിനറൽസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു കാര്യം US പ്രസിഡന്റിൻ്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK പ്രൈം മിനിസ്റ്റർ കാരണമാണ് ഈ വാർ ഇത്രയും നീണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ UK എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ GBP താഴെ പോയി നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടുന്നതായിരിക്കും. 1.2500 നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്യാം. അവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അവിടുന്ന് നമുക്ക് GBP ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോൾഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഒരു വളരെ എന്താ പറയുക കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെയും മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് 2890 അവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഗോൾഡിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇന്നും രാവിലെ മാർക്കറ്റ് വീണ്ടും 2890 അടുത്ത് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗോൾഡിൽ തൽക്കാലം എനിക്കൊന്നും പറയാനില്ല. ട്രേഡ് ഇല്ലാത്ത ആൾക്കാർ മാറി നിൽക്കുക. ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർ GDPക്ക് മുന്നേ ആയിട്ട് 2 മണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും മാർക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പം നമ്മളത് ലോസ് ആണെങ്കിലും മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യം. ഓക്കെ, സോ അങ്ങനെ ഇപ്പം ഇവിടുത്തെ UK ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7:32 ഓക്കെ, സോ 9 മണി UK ടൈമിംഗ്, 9 മണി ഇന്ത്യൻ ടൈമിംഗ്, എനിക്ക് തോന്നുന്നു 2:30 തോന്നുന്നു. ഏഷ്യ അവസാനിക്കുന്ന സമയത്ത് മാർക്കറ്റ് 2900 മുകളിലാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ബൈയിലോട്ട് പോവാം. അതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. അതൊരു $10 ഒരു ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുന്ന ഒരു രീതിയിലായിരിക്കണം ആ ഒരു ട്രേഡ് എടുക്കുന്നതും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഗോൾഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാരണം ഒരുപാട് കൊമേഴ്ഷ്യൽ ഡീലിങ്സ് US-ന്നും US പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും നമ്മളൊരു മീറ്റിംഗ് ഉണ്ടാവും. അതൊരു കൊമേഴ്ഷ്യൽ ഡീല് സൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് തൽക്കാലം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇന്ന് GDP ഡേ ആണ്. ട്രേഡ് എടുത്തിട്ടില്ലാത്ത ആൾക്കാർ തൽക്കാലം മാറി നിൽക്കുക. ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 2 മണിക്കൂർ മുന്നേ ആയിട്ട് GDP ന്യൂസ് വരുന്നതിന് മുന്നേ ആയിട്ട് 2 മണിക്കൂർ മുന്നേ ആയിട്ട് മാറി നിൽക്കുക. ഉറപ്പായിട്ട് 2890 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ട്രേഡൊന്നും എടുക്കാതെ മാറി നിന്ന് നാളെ നല്ല അവസരങ്ങൾ കിട്ടുന്നത് നോക്കി ട്രേഡ് എടുത്താൽ മതിയാവും എന്നുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.